കഥയാരംഭിക്കുന്നത് ബില്ലെന്ന് പേരുള്ള 64 വയസ്സുകാരനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഉറങ്ങാൻ കിടന്ന ബില്ലെന്ന് അതേ എന്ന ശബ്ദത്തിൽ വളരെ വിചിത്രമായ രീതിയിൽ ഒരു അശരീരി കേൾക്കുന്നു. ബില്ലുണർന്നു നോക്കുമ്പോൾ ചുറ്റിലും ആരുമില്ല. ബിൽ യാഥാർത്ഥ്യത്തിൽ വളരെയധികം സമ്പന്നനായ വ്യക്തിയായിരുന്നു. ബില്ലിന് സ്വന്തമായി ഒരു മീഡിയ കമ്പനിയുണ്ട്. തന്റെ തോന്നലായിരിക്കും ആ അശരീരി എന്ന് കരുതി ബില്ല് വീണ്ടും ഉറങ്ങാൻ കിടന്നു. പക്ഷെ വീണ്ടും അതേ അശരീരി തുടർന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ ബില്ല് ഉറങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം ബില്ലിന്റെ മൂത്ത മകളെ നമ്മൾ പരിചയപ്പെടുന്നു. മൂത്ത മകൾ ആലീസൺ ബില്ലിന്റെ 65ാം പിറന്നാൾ ഗ്രാൻഡായി ആഘോഷിക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബില്ലിന് മറ്റൊരു മകൾ കൂടിയുണ്ട്. സൂസൻ എന്നാണ് അവളുടെ പേര്. സൂസന്റെ വിവാഹം ഏറെക്കുറെ ബിൽ ഉറപ്പിച്ചിരുന്നു. ബില്ലിന്റെ തന്നെ ബോർഡ് ഓഫ് മെമ്പറിൽ ഒരാളായ ഡ്രൂ ആയിരുന്നു ഭാവി വരൻ. സൂസനും ഡ്രൂവും തമ്മിൽ ചെറിയ അടുപ്പത്തിലുമാണ്. അന്ന് സൂസൻ ഒന്നിച്ച് യാത്ര ചെയ്യേണ്ടുന്ന ഒരു അവസരം ബില്ലിന് കൈവന്നു. അന്ന് പോകുമ്പോൾ ബില്ല് സൂസനോട് സംസാരിച്ചു. എനിക്കറിയാം ഡ്രൂവിന് നിനക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ലെന്ന്. നീ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി അവനെ സ്നേഹിക്കുന്നില്ലെന്ന്. യഥാർത്ഥ പ്രണയമെന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നാണ്. അതിന് പകരം വെക്കാൻ മറ്റൊന്നും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് നീ നിന്റെ യഥാർത്ഥ പ്രണയം കണ്ടെത്തണം. അയാളെ മാത്രമേ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാൻ പാടുള്ളൂ. അച്ഛന്റെ വാക്കുകൾ സൂസൻ ശിരസ വഹിച്ചിരുന്നു. സൂസൻ ഒരു ഇന്ത്യൻ ഡോക്ടറായി വർക്ക് ചെയ്യുകയാണ്. തന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ സൂസൻ ഒരു കോഫി ഷോപ്പിൽ കയറി. ആ കോഫി ഷോപ്പിൽ വെച്ച് സ്മാർട്ടായ ഒരു പയ്യനെ സൂസൻ പരിചയപ്പെടുന്നു. ഇരുവരും സംസാരിക്കുന്നുണ്ട്. പരിചയപ്പെടലിലും കാഴ്ചയിലും സംസാരത്തിലും ഇരുവർക്കും പരസ്പരം വലിയ തോതിൽ അട്രാക്ഷൻ തോന്നിയിരുന്നു. പരസ്പരം പിരിയുന്നതിനു മുമ്പ് ആ യുവാവ് പറഞ്ഞു, സൂസൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും നിങ്ങളെ മീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഓ, ഇത് കുറച്ച് ധൃതി കൂടുതലല്ലേ എന്നായിരുന്നു സൂസന്റെ മറുചോദ്യം. എന്തായാലും യാത്ര പറഞ്ഞ് അവർ രണ്ടു വഴിക്കിറങ്ങി. പരസ്പരം പിരിഞ്ഞു പോകുമ്പോ ഇരുവരും പേര് ചോദിക്കാൻ പോലും മറന്നിരുന്നു. താല്പര്യത്തോടെ നടന്നു നീങ്ങുമ്പോൾ ഇരുവരും ഒന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്തു. പക്ഷെ പെട്ടെന്നൊന്ന് സംഭവിച്ചു. സൂസനോട് സംസാരിച്ച് നടന്നു നീങ്ങിയ ആ യുവാവ് ഒരു വാഹനാപകടത്തിൽപ്പെട്ടു. മുമ്പോട്ട് പോയിരുന്ന സൂസനാകട്ടെ അത് കണ്ടതുമില്ല. ഇതേസമയം മറുവശത്ത് ബില്ലാകട്ടെ തന്റെ കമ്പനി ഹെഡ് ഓഫീസിലേക്ക് എത്തിയിരുന്നു. അവിടെത്തിയതും ബില്ലിന് പെട്ടെന്ന് കലശലായ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. വീണ്ടും അവിടെ പഴയതുപോലെ അതേ എന്ന ആ അശരീരി ബില്ല് മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങി. ബില്ലിന് തന്റെ അവസാന സമയം അടുത്തിരിക്കുന്നതായി അനുഭവപ്പെട്ടു. ഒരുപക്ഷെ താനീ കേൾക്കുന്നത് കാലന്റെ ശബ്ദമായിരിക്കും എന്നും ബിൽ ഊഹിച്ചെടുത്തു. പക്ഷെ പെട്ടെന്ന് ബില്ലിന് കുറച്ച് ആശ്വാസം അനുഭവപ്പെട്ടു. സുഖപ്പെട്ടു എന്ന് തോന്നിയ ബിൽ വൈകുന്നേരത്തോടെ വീട്ടിലേക്കും എത്തി. അന്ന് രാത്രിയിൽ ബില്ല് ഡിന്നറിനായിരിക്കുകയാണ്. മകളും മരുമകനും അടക്കം തീന്മേശയിലേക്ക് എത്തിയിരുന്നു. ആ സമയം വീണ്ടും ബില്ലിന് അശരീരി കേട്ടു. നിങ്ങളുടെ സമയം എത്തിയിരിക്കുന്നു. ഞാനിപ്പോൾ വീടിന് വെളിയിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ പുറത്തേക്ക് വന്നാൽ നമുക്ക് പുറപ്പെടാം. തന്റെ വേലക്കാരിയെ പുറത്താരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ബില്ല് പറഞ്ഞയച്ചു. കുറച്ചു കഴിഞ്ഞ് വേലക്കാരി തിരികെ വന്ന് പറഞ്ഞു, പുറത്ത് ഒരാൾ താങ്കളെ മീറ്റ് ചെയ്യാൻ വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തെ ലൈബ്രറിയിൽ ഇരുത്തിയിട്ടുണ്ട്. ബില്ല് ലൈബ്രറിയിലേക്ക് ചെന്നു. അവിടെയെങ്ങും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. ആരെങ്കിലും തന്നെ കളിപ്പിക്കുകയാണോ എന്നുവരെ ബില്ലിന് തോന്നി. ആ സമയം വീണ്ടും പഴയ അശരീരി ഉയർന്നു കേൾക്കുകയാണ്. അതേ എന്ന ശബ്ദം. എന്താണ് ഈ അതേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ബില്ല് ചോദിച്ചു. അശരീരി മറുപടി പറഞ്ഞു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളോട് തന്നെ ചോദിക്കുന്ന ആ ചോദ്യമില്ലേ, അതിന്റെ ഉത്തരമാണ്. കുറച്ചു ദിവസമായി ബിൽ തന്നോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു തന്റെ അവസാന സമയം അടുത്തു എന്ന്. അതിനുള്ള മറുപടിയായിരുന്നു അത്. താൻ മരണത്തിന്റെ മാലാഖയാണെന്നും എന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് എന്നും അശരീരി പറഞ്ഞു. പിന്നാലെ ഒരു യുവാവ് മരണം നിന്നിരുന്ന ഇടത്തുനിന്ന് പുറത്തേക്ക് വന്നു. മരണത്തിന്റെ മാലാഖ. ബില്ല് അയാളെ നേരിട്ട് കണ്ടു. പക്ഷെ അത് സൂസൻ അന്ന് രാവിലെ കോഫി ഷോപ്പിൽ വെച്ച് കണ്ട അതേ യുവാവായിരുന്നു. മരണത്തിന്റെ മാലാഖ ബില്ലിന് മുമ്പിലേക്ക് വന്നു. ശേഷം സംസാരിച്ചു. ബിൽ, എനിക്ക് ഈ ലോകത്തെ മനുഷ്യരെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ട്. ഈ ലോകം കൂടുതൽ തിരിച്ചറിയണമെന്നും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. ഇന്ന് വിമാനത്തിൽ വെച്ച് നിങ്ങൾ മകൾക്ക് കൊടുത്ത ഉപദേശം ഞാൻ കേട്ടിരുന്നു. നിങ്ങളെപ്പോലെ അറിവും വിജ്ഞാനവും എല്ലാമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഈ ലോകത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നെ ഗൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുനാളുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാം. ഞാനിവിടെ നിങ്ങളോടൊപ്പം ഭൂമിയിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് മരിക്കേണ്ടി വരില്ല. തീരുമാനം നിങ്ങളുടേതാണ്. ബില്ലിനും തനിക്ക് കുറച്ചു ദിവസങ്ങൾ നീട്ടിക്കിട്ടിയാൽ നല്ലതാണ് എന്ന് തോന്നി. അതോടെ മരണത്തിന്റെ മാലാഖയുടെ ഓഫർ ബിൽ സ്വീകരിച്ചു. പിന്നാലെ മാലാഖയെയും കൂട്ടി ബില്ല് നേരെ ഡൈനിങ് ടേബിളിലേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്നവർക്ക് മരണത്തിന്റെ മാലാഖയെ പരിചയപ്പെടുത്തിയത് ഇത് തന്റെ സുഹൃത്താണ്, ജോ ബ്ലാക്ക് എന്നാണ് പേര് എന്ന് പറഞ്ഞിട്ടായിരുന്നു. വൈകാതെ ജോ ബ്ലാക്കും ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോഴാണ് സൂസൻ അങ്ങോട്ടേക്ക് വരുന്നത്. രാവിലെ കോഫി ഷോപ്പിൽ വെച്ച് കണ്ട ജോ ബ്ലാക്ക് അങ്ങനെ അവിടെ ഇരിക്കുന്ന കണ്ടതും സൂസൻ അതിശയം തോന്നിയിരുന്നു. പക്ഷേ ജോ ബ്ലാക്കിനാകട്ടെ സൂസനെ മനസ്സിലായതുപോലുമില്ല. രാവിലെ നമ്മൾ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടല്ലോ എന്നൊക്കെ സൂസൻ പറഞ്ഞപ്പോൾ ബില്ല് ഞെട്ടലോടെയായിരുന്നു അത് കേട്ടത്. പക്ഷേ രാവിലെ പരിചയപ്പെട്ട വ്യക്തിയും തന്റെ മുമ്പിലിരിക്കുന്ന ജോ ബ്ലാക്കും വളരെ വ്യത്യസ്ത സ്വഭാവമുള്ളവരായി സൂസന് തോന്നിയിരുന്നു.
തോന്നിയിരുന്നു. ജോ ബ്ലാക്കിനാകട്ടെ മനുഷ്യരുടെ രീതികൾ പരിചിതമായിരുന്നില്ല. ഭക്ഷണം കഴിക്കാനും തീന്മേശയിലെ ശീലങ്ങൾക്കും അവൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അന്ന് ഡൈനിങ് ടേബിളിൽ നിന്ന് ജോ ബ്ലാക്ക് എഴുന്നേറ്റ് മടങ്ങുമ്പോൾ ബില്ല് ജോ ബ്ലാക്കിനടുത്തു ചെന്നു. എന്തിനാണ് കോഫി ഷോപ്പിൽ വെച്ച് എന്റെ മകളെ കണ്ടത് എന്ന് ഭയത്തോട് ചോദിച്ചു. സാധാരണ മരണത്തിന്റെ മാലാകമാർ മരിക്കാറാവുന്നവരെയാണല്ലോ നേരിട്ട് ചെന്ന് കാണുക. ആ ഭയം ബില്ലിന് തോന്നിയിരുന്നു. പക്ഷേ ജോ ബ്ലാക്ക് പറഞ്ഞു, നിങ്ങളുടെ മകളെ കണ്ടത് ഞാനല്ല. നിങ്ങളുടെ മകൾ കണ്ടിരിക്കുക ചിലപ്പോൾ ഞാൻ ഇപ്പോഴുള്ള ഈ ശരീരത്തിനുടമയായിട്ടുള്ള വ്യക്തിയായിരിക്കും. മനുഷ്യർക്കിടയിൽ എനിക്ക് ജീവിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. ഞാൻ ഈ ശരീരം തിരഞ്ഞെടുത്തതാണ്. ബില്ലിനും ആശ്വാസം തോന്നി. ബിൽ ജോ ബ്ലാക്കിനായി തയ്യാറാക്കിയ മുറി കൊടുത്ത് അവിടെ നിന്ന് പോന്നു. കുറച്ചു കഴിഞ്ഞ് ജോ ബ്ലാക്ക് പുറത്തിറങ്ങി. മനുഷ്യരെ പോലെ മരണത്തിന്റെ മാലാക ആദ്യമായി ജീവിക്കുകയാണ്. മനുഷ്യരുടെ ഓരോ എക്സ്പീരിയൻസും ജോ ബ്ലാക്കിന് അനുഭവിക്കണം എന്നുണ്ടായിരുന്നു. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ജോ ബ്ലാക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ നടന്ന് ജോ ബ്ലാക്ക് എത്തിച്ചേർന്നത് സ്വിമ്മിംഗ് പൂളിന്റെ സമീപത്തായിരുന്നു. സൂസൻ അവിടെ കുളിക്കുകയായിരുന്നു. ജോ ബ്ലാക്കിനെ കണ്ടതും നീന്തുകയായിരുന്നു സൂസൻ. ജോ ബ്ലാക്കിനടുത്തേക്ക് കയറി വന്നു. ശേഷം സംസാരിക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ സൂസൻ പറഞ്ഞു, രാവിലെ ഇടപഴകിയപ്പോൾ നിങ്ങളുടെ പെരുമാറ്റവും മറ്റും വളരെ വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ മൊത്തത്തിൽ വേറെ പോലെ അനുഭവപ്പെടുന്നു. ജോ ബ്ലാക്ക് പറഞ്ഞു, ജോലിക്കാര്യത്തിലാകുമ്പോൾ ബിസിനസ് കാര്യത്തിലാകുമ്പോൾ ഞാൻ കുറച്ചേ സംസാരിക്കാറുള്ളൂ. പക്ഷേ ഇപ്പോ ഞാനിവിടെ താമസിക്കുന്നുണ്ടല്ലോ, പതിയാണെങ്കിലും ഒക്കെ പഠിച്ചെടുത്തുകൊള്ളും. ജോ ബ്ലാക്ക് തന്റെ ജോലിയിൽ ഏറെ ആത്മാർത്ഥതയുള്ള സീരിയസ് ആയി കാര്യങ്ങൾ നോക്കിക്കാണുന്ന വ്യക്തിയാണെന്നും അതുകൊണ്ടായിരിക്കും പേഴ്സണൽ ലൈഫും ജോലിയും കൂട്ടിക്കുഴയ്ക്കാത്തതെന്നും ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നുമായിരുന്നു സൂസന് തോന്നിയത്. അതോടെ തന്റെ ജോലിക്കാര്യത്തിലൊക്കെ അത്ര ശ്രദ്ധ കൊടുക്കുന്ന ജോ ബ്ലാക്കിനോട് സൂസന് വലിയ ബഹുമാനവും ആകർഷണവും തോന്നി. പിറ്റേന്ന് പുലർച്ചെ ജോ ബ്ലാക്ക് തയ്യാറാവുകയാണ്. ബിൽ അങ്ങോട്ടേക്ക് വന്നു. അവർ സംസാരിക്കാൻ തുടങ്ങി. ജോ ബ്ലാക്ക് പറഞ്ഞു, മനുഷ്യരുടെ ഒപ്പമുള്ള ഈ ജീവിതം ഞാൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോന്നും പുതിയ എക്സ്പീരിയൻസുകളാണ്. നിനക്ക് വേണ്ട കൂടുതൽ അറിവും എക്സ്പീരിയൻസും ഞാൻ പകർന്നു തരാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, എന്റെ കുടുംബത്തിലാരെയും നീ ഉപദ്രവിക്കരുത്. ബിൽ മറുപടിയായി പറഞ്ഞു. ജോ ബ്ലാക്കിനും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ബിൽ ജോ ബ്ലാക്കിനെ കമ്പനിയുടെ ബോർഡ് മെമ്പേഴ്സിന്റെ മീറ്റിംഗിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുത്തെ കാര്യങ്ങളും ജോ ബ്ലാക്ക് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് ബില്ലിന് തോന്നിയിരുന്നു. ആ ബോർഡ് ഓഫ് മെമ്പേഴ്സിൽ സൂസന്റെ ബോയ് ഫ്രണ്ട് ഡ്രൂയും ഉണ്ടായിരുന്നു. ജോ ബ്ലാക്കിന്റെ പ്രസൻസ് ഡ്രൂവിന് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഡ്രൂ എന്നൊരു പ്രപ്പോസൽ കമ്പനി ബോർഡ് ഓഫ് മെമ്പേഴ്സിന്റെ മുമ്പിലേക്ക് വെച്ചു. മറ്റൊരു വലിയ കമ്പനിയുടെ ലയനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പ്രപ്പോസലിലൂടെ ഡ്രൂ മുമ്പോട്ട് വെച്ചത്. പക്ഷേ ജോ ബ്ലാക്കിന് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അത് നടക്കില്ല എന്ന തരത്തിൽ ബില്ല് പറഞ്ഞതും ഡ്രൂവിനത് വളരെ ക്ഷീണമായി തോന്നി. അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് ജോ ബ്ലാക്ക് പോയിരുന്നു. അവിടെ വെച്ച് അവൻ സൂസനെ കണ്ടു. ജോ ബ്ലാക്ക് തന്നെ കാണാൻ വന്നതായിരിക്കും എന്ന് കരുതി സൂസൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. ആ സമയമാണ് അതുവഴി പ്രായമേറിയ ഒരു ലേഡിയെ വീൽ ചെയറിൽ കൊണ്ടുവന്നത്. ജോ ബ്ലാക്കിനെ കണ്ടതും അത് മരണത്തിന്റെ മാലാകയാണ് എന്നാ ലേഡി റിയലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. വൃദ്ധയായ ലേഡിക്കും ജോ ബ്ലാക്കിനും തനിച്ച് സംസാരിക്കാൻ പിന്നീട് ഒരു അവസരം വന്നു. ആ സമയം ആ ലേഡി പറഞ്ഞു, എനിക്കിനി ജീവിക്കണ്ട, മുഴുവൻ വേദനകളാണ്, നല്ല ഓർമ്മകൾ പോലുമില്ല, എന്നെ സഹായിക്കണം. ജോ ബ്ലാക്ക് ആ ലേഡിയുടെ സമയം നോക്കി. മരണത്തിന്റെ സമയമായിരുന്നില്ല. ജോ ബ്ലാക്ക് ആ ലേഡിയെ സമാധാനിപ്പിച്ചു. അവരുടെ ജീവിതത്തിലെ വേദനകൾ താൻ കുറച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ ജോ ബ്ലാക്ക് അവരെ പറഞ്ഞയച്ചു. വൈകാതെ ജോ ബ്ലാക്ക് നേരെ തിരികെ ബില്ലിന്റെ അടുത്തെത്തി. ബില്ലിന്റെ കസേരയിലായിരുന്നു ജോ ബ്ലാക്ക് ഇരുന്നിരുന്നത്. ബില്ലും ജോ ബ്ലാക്കും സംസാരിക്കാൻ തുടങ്ങി. ബില്ലിന്റെ ഭാര്യയെപ്പറ്റി ജോ ബ്ലാക്ക് ചോദിച്ചു. തന്റെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടെന്നും അതിനുശേഷം താനേറെ ഏകാന്ത ജീവിതത്തിലായിപ്പോയെന്നും താനാകെ തകർന്നുപോയെന്നും ഭാര്യയെ താൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നും ബില്ല് പറയുന്നുണ്ട്. ആ സമയമാണ് അങ്ങോട്ടേക്ക് ഡ്രൂ കടന്നു വരുന്നത്. ഡ്രൂ ബില്ലിനോട് ബോർഡ് ഓഫ് മെമ്പേഴ്സിന്റെ മുമ്പിൽ വെച്ച് ആ പ്രപ്പോസലിനെ പറ്റി വീണ്ടും സംസാരിച്ചു. അത് അക്സെപ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അത് നടക്കില്ല, ലയനത്തിന് ഞാൻ സമ്മതിക്കില്ല എന്നായിരുന്നു ബില്ലിന്റെ തീരുമാനം. ഡ്രൂ അവിടെ നിന്ന് കുറച്ചു കഴിഞ്ഞിറങ്ങിപ്പോയി. ഡ്രൂ പോയി കഴിഞ്ഞതും ജോ ബ്ലാക്ക് ബില്ലിനോട് ചോദിച്ചു, നിങ്ങളുടെ സമയം അവസാനിക്കാറായിരിക്കുകയാണ്, എന്നിട്ടും ഈ ബിസിനസ് കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധ ചെലുത്തുന്നത് എന്തിനാണ്, പിടിവാശി കാണിക്കുന്നത് എന്തിനാണ്? ബില്ല് പറഞ്ഞു, വർഷങ്ങളുടെ എന്റെ അധ്വാനമാണ് ഇന്ന് ഈ കാണുന്ന കമ്പനിയും ഈ കാണുന്ന സ്വത്തുമെല്ലാം. ഇതെന്റെ ഐഡന്റിറ്റിയാണ്. മരണമാണെങ്കിലും എന്തു വന്നാലും ഇതൊന്നും ഇല്ലാതാവുന്നതും നശിച്ചു പോകുന്നതും എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. കമ്പനി ഒരിക്കലും തകർന്നു പോവാൻ ഞാൻ സമ്മതിക്കില്ല. അന്ന് രാത്രിയിലും ഡിന്നറിനായി ബില്ല് വീട്ടിലെത്തി. സൂസനും ഡ്രൂവും മൂത്ത മകളും ഭർത്താവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഭക്ഷണം കഴിക്കുമ്പോ ബില്ല് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ ചെറുപ്പകാലത്ത് ജോലി തിരക്കും മറ്റും കാരണം നിങ്ങൾക്കൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ ഇനിയെന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. നിങ്ങൾക്കൊപ്പം എന്തായാലും ഡിന്നർ കഴിച്ചിരിക്കും. മരണം അടുക്കാറായി എന്നുറപ്പായപ്പോൾ മക്കളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ ബില്ല് ആഗ്രഹിച്ചിരുന്നു. അന്ന് ഡിന്നർ കഴിഞ്ഞ് ഡ്രൂ മടങ്ങിപ്പോവാൻ തുടങ്ങി. സൂസൻ ഡ്രൂവിന്റെ അടുത്തേക്ക് ചെന്നു. പക്ഷേ പോവുക
പോവുകയായിരുന്ന ഡ്രൂ ജോ ബ്ലാക്കിന്റെ സാന്നിധ്യത്തെപ്പറ്റിയും ബില്ല് തന്റെ പ്രപ്പോസൽ അംഗീകരിക്കാതിരുന്നത് ജോ ബ്ലാക്ക് ഉള്ളതുകൊണ്ടാണ് എന്ന തരത്തിലും ഒക്കെ പറഞ്ഞ് ജോ ബ്ലാക്കിനെ കണക്ട് ചെയ്ത് വളരെ മോശമായി സംസാരിച്ചു. ബില്ലിനെ നിയന്ത്രിക്കുന്നത് ജോ ബ്ലാക്ക് ആണ് എന്നുവരെ അയാൾ പറഞ്ഞിരുന്നു. എല്ലാം കൊണ്ടും ഡ്രൂവിന്റെ പെരുമാറ്റം മോശമായി തോന്നിയ സൂസൻ ആകട്ടെ അന്ന് അവിടെ വെച്ച് അയാളോട് ബ്രേക്കപ്പ് പറയുകയാണ്. അതിനോടകം സൂസൻ മനസ്സിലാക്കിയിരുന്നു ഡ്രൂ തന്നെ പ്രണയിക്കുന്നില്ല, മറിച്ച് അച്ഛന്റെ സ്വത്തിലാണ് നോട്ടം. അന്ന് പ്രണയത്തെപ്പറ്റിയൊക്കെ വളരെ വലിയ രീതിയിൽ സൂസൻ ഡ്രൂവിനോട് സംസാരിച്ചിരുന്നു. ഡ്രൂ ഇറങ്ങിക്കഴിഞ്ഞ് സൂസൻ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിലതാ ജോ ബ്ലാക്ക് നിൽക്കുന്നു. സൂസൻ സംസാരിച്ചതൊക്കെ ജോ ബ്ലാക്ക് കേട്ടിരുന്നു. പ്രണയത്തെപ്പറ്റി അവൾ പറഞ്ഞ കാര്യങ്ങളത്രയും ജോ ബ്ലാക്കിനെ ഇംപ്രസ് ചെയ്യിപ്പിച്ചിരുന്നു. അത്രനാളും നീണ്ട ജീവിതത്തിൽ ജോ ബ്ലാക്ക് അത്തരത്തിലൊരു സംസാരം കേട്ടിട്ടേയില്ല. പക്ഷേ ജോ ബ്ലാക്കിന് സൂസനോട് അടുക്കണമെന്നുണ്ടായിരുന്നില്ല. മരണത്തിന്റെ മാലാഖിയായ താൻ സൂസനോടടുത്താൽ അത് കാര്യങ്ങൾ കുഴഞ്ഞു മറയാൻ കാരണമാകും എന്ന് ജോ ബ്ലാക്ക് മുൻകൂട്ടി കണ്ടിരുന്നു. സൂസൻ പക്ഷേ ചിലത് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. സൂസൻ എന്ന് ബില്ലിന്റെ അടുത്തെത്തി ബില്ലിനോട് ജോ ബ്ലാക്കിനെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം അറിയിച്ചു. പക്ഷെ ബിൽ പറഞ്ഞത് ജോ ബ്ലാക്കിൽ നിന്ന് സൂസൻ അകന്നു നിൽക്കണമെന്നായിരുന്നു. പക്ഷേ സൂസനാണെങ്കിൽ അത് ഉൾക്കൊള്ളാനേ സാധിച്ചില്ല. പതിയെ പതിയെ സൂസൻ ജോ ബ്ലാക്കിനോട് കൂടുതൽ അടുക്കാൻ ആരംഭിച്ചു. ജോ ബ്ലാക്കിനൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചു. സൂസൻ അടുക്കലും താല്പര്യം വർദ്ധിച്ച ജോ ബ്ലാക്കിന് തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. സൂസനുമായി ജോ ബ്ലാക്ക് പ്രണയത്തിലായി. ഇതേസമയം മറുവശത്ത് മറ്റു ചിലത് നടക്കുകയായിരുന്നു. ഡ്രൂ ബാക്കി ബോർഡ് മെമ്പേഴ്സിനെ വിളിച്ചുകൂട്ടിയിരുന്നു. അവരോട് ബില്ല് ജോ ബ്ലാക്കിന്റെ ഇൻഫ്ലുവൻസിലാണെന്നും കമ്പനിയുടെ നല്ലതിനു വേണ്ടി താൻ കൊണ്ടുവന്ന പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണം എന്ന തരത്തിലുമൊക്കെ പറഞ്ഞു. അത് പാസാക്കാൻ ഹെഡ് ഓഫ് ബോർഡായ ബില്ലിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നും നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്നും ഡ്രൂ പറഞ്ഞു. ഡ്രൂവിന്റെ വാക്കുകളും ഡ്രൂ പറയുന്ന കാര്യങ്ങളും വിശ്വസിച്ചു പോയ ബോർഡ് മെമ്പേഴ്സ് അതിന് തയ്യാറാവുകയാണ്. ആ ഒരു സംഭവത്തിൽ ബില്ലാകെ തകർന്നു പോയിരുന്നു. മറുവശത്ത് സൂസനും ജോ ബ്ലാക്കും തമ്മിലുള്ള പ്രണയബന്ധം ഊഷ്മളമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവരിരുവരും ചുംബിക്കുന്നത് ബില്ല് നേരിട്ട് കണ്ടു. ബില്ലിന് അക്ഷരാർത്ഥത്തിൽ അത് ഞെട്ടലുണ്ടാക്കിയിരുന്നു. അതിനെ പിന്തുടർന്ന് ബില്ല് ജോ ബ്ലാക്കിനോട് സംസാരിച്ചു. നീ എന്റെ മകളോട് ഈ ചെയ്യുന്നത് നീതിയല്ല, എല്ലായ്പ്പോഴും നീ ഈ നാട്ടിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് അവളെ പ്രണയിക്കുന്നതും ശരിയല്ല എന്ന് ബില്ല് പറഞ്ഞു. അതിനെന്താ, നമ്മൾ പോകുമ്പോൾ ഞാൻ അവളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകും എന്നായിരുന്നു ജോ ബ്ലാക്കിന്റെ മറുപടി. അത് കേട്ടതും ബില്ല് അക്ഷരാർത്ഥത്തിൽ വല്ലാതാകുന്നുണ്ട്. അടുത്ത ദിവസം സൂസനെ കാണുവാൻ ജോ ബ്ലാക്ക് ആശുപത്രിയിൽ പോയിരുന്നു. അവിടെ വെച്ച് ജോ ബ്ലാക്ക് വീണ്ടും പഴയ വൃദ്ധയായ ലേഡിയെ കണ്ടു. ആ വൃദ്ധ ഇപ്പോൾ വേദനയൊന്നുമില്ലാതെ സന്തോഷപൂർവ്വം ജീവിക്കുകയായിരുന്നു. അവർക്കുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും മുമ്പ് ജോ ബ്ലാക്ക് കുറച്ചു കൊടുത്തിരുന്നല്ലോ, അതിലവർ സന്തുഷ്ടയായിരുന്നു. ആ വൃദ്ധയെന്ന് ജോ ബ്ലാക്കിനോട് സംസാരിച്ചു. ജോ ബ്ലാക്ക് സൂസനുമായി ഇഷ്ടത്തിലാണ് എന്ന് മനസ്സിലാക്കിയതും ആ വൃദ്ധ പറഞ്ഞു, ഇത് ശരിയല്ല, രണ്ട് ലോകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത് ഒരിക്കലും നല്ലതിനാവില്ല. നിനക്കിപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളും അനുഭവങ്ങളും ഉണ്ടല്ലോ, ഇതുമായി നിന്റെ ലോകത്തേക്ക് നീ തിരിച്ചു പോകണം, അതാണ് അതിന്റെ നീതിയായിട്ടുള്ളത്. ആ വൃദ്ധയുടെ വാക്കുകൾക്ക് ജോ ബ്ലാക്ക് മറുപടിയൊന്നും പറഞ്ഞില്ല. ആ വൃദ്ധ തുടർന്നു പറഞ്ഞു, ഈ നിമിഷത്തിൽ എന്റെ മനസ്സ് ശാന്തമാണ്, നല്ല ഓർമ്മകളെ എന്റെ ഉള്ളിലുള്ളൂ, വേദനകളില്ല, ഞാൻ ആശ്വാസത്തിലാണ്, മരണത്തിന് കീഴടങ്ങാൻ ഞാൻ ഒരുക്കവുമാണ്, എന്നെ കൊണ്ടുപോകാമോ? ആ വൃദ്ധയുടെ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ജോ ബ്ലാക്ക് അവർക്കരികിലേക്ക് എത്തിച്ചേർന്നതും. അവരുടെ ആഗ്രഹം ജോ ബ്ലാക്ക് പൂർത്തീകരിച്ചു. ജോ ബ്ലാക്ക് അവരെ മരണത്തിന്റെ ഉറക്കത്തിലേക്ക് നയിച്ചു. ജോ ബ്ലാക്ക് അവിടെ നിന്നും ബില്ലിന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. പക്ഷെ തിരികെ പോരുമ്പോൾ മുഴുവൻ ആ വൃത്തിയായ സ്ത്രീ പറഞ്ഞ വാക്കുകളായിരുന്നു ജോ ബ്ലാക്കിന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരുന്നത്. ബില്ലിന് മുമ്പിലെത്തി ജോ ബ്ലാക്ക് പറഞ്ഞു, മനുഷ്യരുടെ കൂടെ ജീവിച്ച് ഇതിനോടകം ഒരുപാട് അനുഭവങ്ങൾ ഞാൻ നേടിയെടുത്തു കഴിഞ്ഞു, എനിക്ക് മടങ്ങിപ്പോവാൻ സമയമായി, ഞാൻ പോകുമ്പോൾ നിങ്ങളും എന്റെ കൂടെ ഉണ്ടാകണം, പോകാൻ ഞാൻ തയ്യാറാണ് എന്നായിരുന്നു ബില്ലിന്റെ മറുപടി. അങ്ങനെ ബില്ലിന്റെ 65ാം പിറന്നാൾ ആഘോഷ ദിവസം എത്തി. പാർട്ടിക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ബില്ലിന്റെ മൂത്തമകൾ പൂർണ്ണമാക്കിയിരുന്നു. മറുവശത്ത് ജോ ബ്ലാക്കും ചിലത് ചെയ്തു. ബില്ലിന്റെ കമ്പനിയിലെ പ്രശ്നങ്ങൾക്ക് ജോ ബ്ലാക്ക് തന്നെ തീരുമാനമുണ്ടാക്കി. ഡ്രൂ നടത്തിയ കള്ളക്കളികളും കമ്പനി ബോർഡ് മെമ്പേഴ്സിൽ പ്രവർത്തിച്ച കാര്യവും ഇന്റേണൽ റവന്യൂ സർവീസിലെ മെമ്പർ എന്ന തരത്തിൽ, ഏജന്റ് എന്ന തരത്തിൽ ഡ്രൂവിനും കമ്പനിക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ഡ്രൂവിനെ ഭയപ്പെടുത്തി ബില്ലിന് പഴയ സ്ഥാനം ജോ ബ്ലാക്ക് നേടിക്കൊടുത്തു. ബില്ലിനോട് മാപ്പ് ചോദിക്കാൻ മൂത്തമകളുടെ ഭർത്താവ് എത്തി. ഡ്രൂവിന്റെ ഗൂഢതന്ത്രങ്ങൾ അറിയാതാണ് താൻ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് ബില്ലിനോട് മാപ്പപേക്ഷിച്ചു. ബില്ലും അവന് മാപ്പ് കൊടുത്തു. ഇതേസമയം മറുവശത്ത് ജോ ബ്ലാക്ക് ആകട്ടെ സൂസനെ കാണാൻ ചെന്നിരിക്കുകയായിരുന്നു. ബില്ലിന്റെ ബർത്ത്ഡേ പാർട്ടി ഇവന്റ് നടക്കുന്നിടത്ത് വെച്ചായിരുന്നു അത്. എനിക്ക് പോവാൻ നേരമായി. ജോ ബ്ലാക്ക് സൂസനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാനും കൂടെ വരും എന്നായിരുന്നു സൂസന്റെ മറുപടി. പക്ഷെ അപ്പോഴും ജോ ബ്ലാക്ക് യഥാർത്ഥത്തിൽ ആരാണ്, എന്താണ് എന്നത് സൂസൻ അറിവുണ്ടായിരുന്നില്ല. സൂസന്റെ വാക്കുകൾ ജോ ബ്ലാക്കിന്റെ മനസ്സിൽ വീണ്ടും മാറ്റം വരുത്തി. ബില്ലിന് മുമ്പിലെത്തി ജോ ബ്ലാക്ക് പറഞ്ഞു, നമ്മൾ പോകുമ്പോൾ ഞാൻ സൂസനെയും കൂടെ കൂട്ടും,
കൂട്ടും. മറ്റൊരു ലോകത്ത് നമുക്കൊക്കെ ഒന്നിച്ച് കഴിയാമല്ലോ. ബിൽ പക്ഷേ ജോ ബ്ലാക്കിനോട് പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവൾ നിന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല. നീ ഇപ്പോഴുള്ള ശരീരത്തിലുള്ള വ്യക്തിയാണ് സ്നേഹിക്കുന്നത്. നീ യഥാർത്ഥത്തിൽ മരണത്തിന്റെ മാലാകയാണ് എന്നവൾക്കറിയില്ല. നീ ഇക്കാര്യം അവളോട് പറഞ്ഞു നോക്കൂ. എന്നിട്ടും അവൾ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നീ അവളെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ ഞാൻ സമ്മതം നൽകാം. മറ്റൊരു കാര്യം നീ പ്രത്യേകിച്ച് ഓർക്കണം, എന്റെ കുടുംബത്തിലെ ആരെയും ഒന്നും ചെയ്യില്ല എന്ന് നീ വന്നപ്പോഴേ എനിക്ക് വാക്ക് തന്നിരുന്നതാണ്. ബില്ലിന്റെ വാക്കുകൾ അംഗീകരിക്കാൻ ജോ ബ്ലാക്ക് തയ്യാറായിരുന്നു. താനാരെന്ന സത്യം അറിയിക്കാൻ സൂസൻ അടുത്തേക്ക് ജോ ബ്ലാക്ക് ചെന്നു. പക്ഷേ ജോ ബ്ലാക്ക് എന്തെങ്കിലും പറയുന്നതിനു മുമ്പേ സൂസൻ പറഞ്ഞു, നമ്മളന്ന് കഫേയിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയില്ലേ, അന്നേ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അത് അപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റിയില്ല. അത് കേട്ടതും താൻ പറയാൻ വന്ന കാര്യം പറയണ്ട എന്ന് ജോ ബ്ലാക്ക് ഉറപ്പിച്ചു. ബില്ല് പറഞ്ഞത് സത്യമായിരുന്നു. അവൾ പ്രണയിക്കുന്നത് താൻ കയറിയ ശരീരത്തിലുള്ള ആ യഥാർത്ഥ മനുഷ്യനെയാണ്. ജോ ബ്ലാക്ക് അത് തിരിച്ചറിഞ്ഞിരുന്നു. നിനക്ക് നിന്റെ പ്രണയം തീർച്ചയായും തിരികെ ലഭിക്കും എന്ന് സൂസനോട് പറഞ്ഞ് ജോ ബ്ലാക്ക് അവിടെ നിന്ന് തിരികെ പോരുകയാണ്. പിന്നാലെ ജോ ബ്ലാക്ക് ബില്ലിന്റെ അടുത്തേക്ക് എത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ശേഷം അവർ ബില്ലിന്റെ 65ാം പിറന്നാൾ പാർട്ടിയിൽ പങ്കെടുത്തു. എല്ലാവരും സന്തോഷത്തോടെ പാർട്ടി ആഘോഷിച്ചു. ബില്ലൊടുവിൽ തന്റെ 2 മക്കളോടും യാത്ര പറഞ്ഞു. ശേഷം മുകളിൽ ഒരിടത്തായി കാത്തുനിൽക്കുന്ന ജോ ബ്ലാക്കിനടുത്തേക്ക് ബില്ല് നടന്നു ചെന്നു. അവരിരുവരും മലയ്ക്ക് മുകളിലുള്ള ഭാഗത്തേക്ക് നടന്നു നീങ്ങാൻ തുടങ്ങി. ദൂരെ നിന്നും സൂസൻ അത് കണ്ടിരുന്നു. സൂസൻ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാൻ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞതും അവർ കാണാതായി. സൂസൻ മുമ്പോട്ടെത്തിയപ്പോൾ കണ്ടത് തിരികെ വരുന്ന ജോ ബ്ലാക്കിനെ മാത്രമായിരുന്നു. പക്ഷെ അയാൾ സൂസനടുത്തെത്തിയപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. അത് ജോ ബ്ലാക്ക് അല്ല, സൂസൻ കഫയിൽ വെച്ച് കണ്ട അതേ മനുഷ്യനും അയാളുടെ ശരീരത്തിൽ അയാളുടെ തന്നെ ആത്മാവുമായിരുന്നു. താനെങ്ങനെ ഇവിടെ എത്തി എന്ന കൺഫ്യൂഷനിലായിരുന്നു അയാൾ. ജോ ബ്ലാക്ക് ആ ശരീരം വിട്ട് പോയി കഴിഞ്ഞിരുന്നു. സൂസനായി അയാളെ ജോ ബ്ലാക്ക് മടക്കി നൽകി. അവിടെ സൂസനെ കണ്ടുമുട്ടിയതും അയാൾക്ക് വലിയ സന്തോഷവും അതിശയവും തോന്നി. അയാൾ അതിനോടകം സൂസനെ പ്രണയിച്ചിരുന്നതാണല്ലോ. അവർ കണ്ടുമുട്ടി സംസാരിച്ചു. അവരിരുവരും കൈകോർത്ത് പിടിച്ച് പാർട്ടിയിലേക്ക് തിരികെ നടന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.